Eigenvalue and eigenfunction of an operator. See, if an operator A, when applied on a function f of x, yield the same function multiplied by a constant c, then we call the function f of x as an eigenfunction of operator A. അതായത് ഇവിടുത്തെ ഇക്വേഷൻ 9 അത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എ ക്യാപ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എഫ് ഓഫ് എക്സ് വേർ സി ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് ഏഗൻ വാല്യൂ. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ കൊണ്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എ കോൺസ്റ്റന്റ് ഇൻറ്റു ദ സെയിം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഈസ് എൻ ഏഗൻ ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റർ എ ആൻഡ് ദ കോൺസ്റ്റന്റ് ബൈ വിച്ച് the function is multiplied in the answer is called the eigenvalue. അപ്പോൾ അത് നമ്മളിവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. എ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി an eigen function of an operator if the operator when operated on that function yield the same function multiplied by a constant. ഇവിടെ നോക്കിയേ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ എ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എന്താ? സെയിം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നെ ബട്ട് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റന്റ് സി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഏഗൻ ഫംഗ്ഷൻ ഓഫ് ദാറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സിനെ നമ്മൾ എ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് എൻ ഏഗൻ ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റർ എ. ആ സ്ഥാനത്ത് ബി എന്ന് പറഞ്ഞ് വേറൊരു ഓപ്പറേറ്റർ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഒരുപക്ഷെ ഏഗൻ ഫംഗ്ഷൻ ആവണം നിർബന്ധമില്ല, ആകാം ആകാതിരിക്കാം. അൾട്ടിമേറ്റ്ലി ഈ ഒരു കണ്ടീഷൻ ആൻസർ എന്ത് കിട്ടണം? ദ സെയിം ഫംഗ്ഷൻ ഇൻറ്റു എ കോൺസ്റ്റന്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഏഗൻ ഫംഗ്ഷൻ ഓഫ് ദാറ്റ് ഓപ്പറേറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. And the constant in that equation is called the eigenvalue. ഈ ഇക്വേഷൻ നമ്മൾ ഏഗൻ വാല്യൂ ഇക്വേഷൻ എന്നും പറയും. അതിനകത്ത് തന്നെ ഈ കാണുന്ന കോൺസ്റ്റന്റ് സിയെ നമ്മൾ ഏഗൻ വാല്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, now consider the Schrodinger wave equation h psi equal to e psi where h is the Hamiltonian operator. ഇവിടെ നമുക്ക് നോക്കാം, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ കൊണ്ട് നമ്മൾ വേവ് ഫംഗ്ഷൻ സൈയെ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? എ കോൺസ്റ്റന്റ് ഇ ഇൻറ്റു സൈ വേർ ഇ ഈസ് ദ എനർജി ഓഫ് ദ സിസ്റ്റം. ഹിയർ സൈ ഈസ് ദ ഏഗൻ ഫംഗ്ഷൻ ഓഫ് ദ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആൻഡ് ഇ ഈസ് ദ ഏഗൻ വാല്യൂ ആൻഡ് ദാറ്റ് ഗിവ്സ് ദ എനർജി ഓഫ് ദ സിസ്റ്റം. Then note, if we operate the wave function psi with Hamiltonian operator, we get energy of the system as the eigenvalue. If we operate psi with the angular momentum operator, then we get the angular momentum as the eigenvalue. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക, എച്ച് സൈ ഈക്വൽ ടു ഇ സൈ. ഇവിടെ നമ്മൾ വേവ് ഫംഗ്ഷൻ സൈയെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ആരുമായിട്ടാണ്? നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിനെ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്തതുകൊണ്ട് നമുക്കിവിടെ കിട്ടിയ ഏഗൻ വാല്യൂ എന്തായിരുന്നു? എനർജി ആയിരുന്നു. ഇനി ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏഗൻ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ദെൻ ദ അക്സെപ്റ്റബിൾ സൊല്യൂഷൻസ് ഓഫ് സൈ ഓർ ദ വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, വേവ് ഫംഗ്ഷൻ സൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷനാണ്. അത് കൂടാതെ ഒരു സിസ്റ്റത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് തരുന്ന ഒരു ഫംഗ്ഷനാണ് വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന സൈ എന്ന് പറയുന്ന ഒരു വേവ് ഫംഗ്ഷൻ നമുക്ക് ഓൾ ഓഫ് എ സഡൻ നമുക്കെടുത്ത് അക്സെപ്റ്റബിൾ ആയിട്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. സോ ഇഫ് ദ വേവ് ഫംഗ്ഷൻ സൈ ഈസ് ടു ബി ആൻ അക്സെപ്റ്റബിൾ ഫംഗ്ഷൻ ഓർ അക്സെപ്റ്റബിൾ സൊല്യൂഷൻ, ദെൻ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ സർട്ടൺ കണ്ടീഷൻസ്. അതാണ് നമ്മളോട് ഡീൽ ചെയ്യുന്നത്, അക്സെപ്റ്റബിൾ സൊല്യൂഷൻസ് ഓഫ് സൈ ഓർ ദ വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ. അതായത് നമ്മൾ ഈ പറഞ്ഞ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെ മാത്രമേ നമുക്ക് വേവ് ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ വേവ് ഫംഗ്ഷൻ സൈ മസ്റ്റ് മീറ്റ് ദ ഫോളോയിങ് കണ്ടീഷൻ ടു ബി ആൻ അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ. നമ്പർ 1, സൈ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. അതായത് വേവ് ഫംഗ്ഷൻ സൈക്ക് എല്ലാ ആക്സസിലും ഒറ്റ വാല്യൂ മാത്രമേ കാണാൻ പാടുള്ളൂ. ദെൻ സൈ മസ്റ്റ് ബി ഫൈനൈറ്റ്. It should be well defined and it should be finite. Infinite ആയിട്ടുള്ള നമ്പർ ആവരുത്. And psi must be continuous. That means there should not be any abrupt change in the wave function. Psi must be continuous. And last one, psi must be normalized or quadratically integrable. That is, psi star psi, integral psi star psi d tau is a finite number. Where ഇത് psi into psi എന്നല്ല, psi star psi എന്നാണ്. Because psi star indicates the complex conjugate of psi.
ഇൻ്റഗ്രൽ psi സ്റ്റാർ psi d tau is a finite number. ഇനി നമ്മൾ ഈ പറയുന്ന സൈയെ നമ്മൾ റിയൽ നമ്പറായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ psi സ്ക്വയർ d tau is a finite number എന്നും പറയാം. അപ്പോൾ ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് എ വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ. ആൻഡ് ഒരു വെൽ ബിഹേവ്ഡ് ഫംഗ്ഷന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷ്രോഡിനർ വേവ് ഇക്വേഷനിൽ വേവ് ഫംഗ്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന ഒരു ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എടുത്ത് നമുക്ക് ഷ്രോഡിനർ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. സിഗ്നിഫിക്കൻസ് ഓഫ് psi, ദാറ്റ്സ് ദ ബോണ്ട് ഇന്റർപ്രിട്ടേഷൻ. ഈ psi അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ നമുക്ക് നോക്കാം. ദ വേവ് ഫംഗ്ഷൻ psi ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അതായത് നമുക്ക് വെറുതെ ഒരു വേവ് ഫംഗ്ഷൻ psi ഓഫ് ദ സിസ്റ്റം ഓർ psi ഈക്വൽ ടു ദിസ് എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് കിട്ടിയാൽ there's nothing to do with that. Whereas integral psi square d tau when psi is real and integral psi star d tau when psi is imaginary yield the probability of finding the particle in a given region of space. നമ്മൾ ഒരുപാട് പഠിച്ചതായിരിക്കും integral psi square d tau or integral psi star d tau. It is actually the probability of finding the particle in a given region of space. If psi is an acceptable wave function, then probability of finding the particle in an infinitesimal volume element d tau that is equal to dx dy dz is proportional to psi star d tau. അതായത് നമ്മുടെ ഈ psi എന്ന് പറയുന്നത് നമ്മുടെ acceptable wave function ആണെങ്കിൽ, that means if it is a well behaved function, if psi is a well behaved function, then the probability of finding the particle in a given volume element d tau, where d tau is equal to dx into dy into dz, എന്ന് വെച്ചാൽ എന്താ? It is simply the 3-dimensional space. നമ്മൾ പാർട്ടിക്കിളിനെ 1-dimensional ബോക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ dx മാത്രമേ പറയുള്ളൂ. 2-dimensional ബോക്സ് ആണെങ്കിൽ dx dy പറയും. 3-dimension ആണെങ്കിൽ dx ഉം y ഉം z ഉം പറയും. ആ മൂന്നിനെയും കൂടെ കമ്പൈൻ ചെയ്താണ് d tau എന്ന് പറയുന്നത്. And the probability of finding the particle is proportional to psi star d tau. Thus, psi is called the probability amplitude. Psi square or psi star is called the probability density. And the acceptable values of psi are called eigenfunctions. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഞാൻ പറയുന്നത് മുഴുവൻ ഈ പറയുന്ന വേവ് ഫംഗ്ഷൻ psi അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അത് നമുക്ക് ഫിസിക്കലി അതുകൊണ്ട് എന്താണ് നമ്മൾ മീൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ ആണ് psi എങ്കിൽ, അതായത് വേവ് ഫംഗ്ഷൻ ഒരു വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഷ്രോഡിനർ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓർ സിംപ്ലി ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിന്റെ ഒരു ഏകൻ ഫംഗ്ഷൻ ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന psi എന്ന് പറയുന്നത്. ഇഫ് psi is a well behaved function, it will be an eigenfunction of the Hamiltonian operator. And the eigenvalue corresponding to this eigenfunction with respect to Hamiltonian operator will give you the energy of the system. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള 2 ലൈൻസ്. The acceptable values of psi are called eigenfunctions. And energy corresponding to this function is called the eigenvalue. And from this it is clear that acceptable solutions are obtained only for certain values of energy. Thus, energy is quantized. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ psiയുടെ വാല്യൂസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ psi ഒരു വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ ആണെങ്കിൽ, അത് ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ നമുക്കതൊരു ഏകൻ ഫംഗ്ഷനായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിന്റെ ഏകൻ ഫംഗ്ഷനായിട്ട് psi ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഏകൻ വാല്യൂ എന്തായിരിക്കും? ദ എനർജി ഓഫ് ദ സിസ്റ്റം ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് വളരെ ക്ലിയർ ആണ്, ഈ പറയുന്ന എനർജിക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ഓൺലി ഹാവ് സം ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് എനർജി, ആൻഡ് ദാറ്റ് ഇംപ്ലൈസ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്, അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജിയെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനി നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ, അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കേണ്ട കാര്യമാണ്. നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ. അക്കോർഡിംഗ് ടു ബോൺസ് ഇന്റർപ്രിട്ടേഷൻ, psi is the wave function, then the probability of finding an electron in a given region d tau is proportional to psi star d tau. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, the probability of finding an electron is proportional to psi star d tau, and that is equal to integral psi star d tau. And the total probability is always equal to unity. That is, if probability is equal to 1, then it is sure that the electron is present in the given region. നമുക്കറിയായിരിക്കുമല്ലോ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? നമുക്കത് മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഒരു ഉദാഹരണത്തിന് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ
അതായത് ഹെഡ് വീഴാനും ടെയിൽ വീഴാനുള്ള ചാൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എടുക്കുക. ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്താൽ 2 ഔട്ട്കമേ ഉള്ളൂ. ഒന്നുകിൽ ഹെഡ് വീഴും അല്ലെങ്കിൽ ടെയിൽസ് വീഴും. അതല്ലാണ്ട് കോയിൻ ഒരിക്കലും വെർട്ടിക്കലി കുത്താൻ നിൽക്കാനൊന്നും പോകുന്നില്ല. സോ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് 2 അതിനകത്ത് തന്നെ ഹെഡ്സ് വീഴാനുള്ള ചാൻസ് എത്രയായിരിക്കും? 1 ഔട്ട് ഓഫ് 2 ആണ്. കാരണം എന്താ? 50% ചാൻസിലുള്ള ഹെഡ്സ് വീഴാൻ വേണ്ടി. ആൻഡ് ടെയിൽസ് വീഴാനുള്ള ചാൻസോ അതും 1 ഔട്ട് ഓഫ് 2 ആണ്. Therefore ടോട്ടൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1/2 + 1/2 that is equal to 1. അപ്പൊ ഏത് കേസിലെടുത്താലും the total probability will be always equal to unity. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രോണിനെ ഒരു ബൗണ്ട് ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു ആറ്റത്തിനകത്ത് ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? The electron is present inside the atom. Therefore the probability of finding that electron inside the entire region of the atom is equal to 1. ആറ്റത്തിനകത്ത് ഇലക്ട്രോണിനെ കണ്ടെത്താനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? ടോട്ടൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഇന്ന പെർട്ടിക്കുലർ റീജിയൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Now since the electron is present somewhere in the system, we can say that the total probability equals unity, or the probability density or over all space should be given unity is equal to integral -infinity to +infinity psi star dx dy dz is equal to 1, or integral psi star d tau is equal to 1. എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. The total probability is equal to 1. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ 3 പെട്ടി കൺസിഡർ ചെയ്യാം. 3 പെട്ടി കൺസിഡർ ചെയ്യുക. ഈ 3 പെട്ടിക്കകത്ത് ഏതോ ഒരു പെട്ടിക്കകത്ത് ഒരു പെയർ ഓഫ് ഷൂസ് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദ്യത്തെ പെട്ടിയിൽ ഷൂസിനെ നമ്മുടെ ആ പെയർ ഓഫ് ഷൂ ഇരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഔട്ട് ഓഫ് 3 ആണ്. മൊത്തം 3 പെട്ടി. അതിൽ ആദ്യത്തെ പെട്ടിയിൽ ഇരിക്കാനുള്ള ചാൻസ് 1 ഔട്ട് ഓഫ് 3 ആണ്. രണ്ടാമത്തേത് ഇരിക്കാനുള്ള ചാൻസും 1 ഔട്ട് ഓഫ് 3 ആണ്. ആ 3-ൽ ഒരെണ്ണം ഇരിക്കാന്നേ മീൻ ചെയ്യുന്നുള്ളൂ. മൂന്നാമത്തെ പെട്ടിയിൽ ഇരിക്കാനുള്ള ചാൻസും 1 ഔട്ട് ഓഫ് 3 ആണ്. അപ്പൊ ഇത് 3 കൂടി പ്ലസ് ചെയ്യുമ്പോൾ 1/3 + 1/3 + 1/3 that is equal to 3/3 or that is equal to 1 എന്ന് കിട്ടും. അതേ കേസാണ് ഇവിടെയും വരുന്നത്. ഇലക്ട്രോൺ ആ പറയുന്ന ആറ്റത്തിനകത്ത്, അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്നത് ഒരു ടോട്ടൽ റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ ടോട്ടൽ റീജിയനിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി 1 ആണ്. ബിക്കോസ് ഇലക്ട്രോൺ ഈസ് ഇൻസൈഡ് സംവെയർ. അവന്റെ എവിടെ ഇലക്ട്രോൺ ഉണ്ട്. Therefore the total probability equal to 1. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ പെട്ടി എന്ന് പറയുന്നത് ഓരോ ഓർബിറ്റ് ആക്കി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഓരോ ഓർബിറ്റിലും കണ്ടെത്താനുള്ള പ്രോബബിലിറ്റീസ് ആണെങ്കിൽ നമ്മളത് വേറെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ബട്ട് ദ ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ ദാറ്റ് ഗിവൺ റീജിയൻ ഇസ് ഈക്വൽ ടു 1. അത് ഓർത്തു വെക്കണം. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ദ നോർമലൈസേഷൻ കണ്ടീഷൻ. അതായത് ഇന്റഗ്രൽ psi star d tau equal to 1. This is known as the normalization condition, and the wave function satisfying this condition is said to be normalized. If the wave function is not normalized, we can normalize it by multiplying with a constant n called the normalization constant. ഇത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്. നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്കത് മുൻപോട്ട് പഠിക്കാനുണ്ട്. If the wave function is not normalized, we can normalize it by multiplying with a constant, that is n, capital N, called normalization constant. That is integral psi star d tau നമ്മൾ n² എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമലൈസ്ഡ് അല്ലാത്ത ആ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? നോർമലൈസ്ഡ് ആക്കി മാറ്റാം. This process of making wave function normalized is called normalization of wave function. അത് ഓർത്തു വെക്കുക. എന്താണ് നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ? അതായത് നോർമലൈസ്ഡ് അല്ലാത്തൊരു വേവ് ഫംഗ്ഷനെ നമ്മൾ നോർമലൈസ്ഡ് ആക്കുന്ന, നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് ഒരു n എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഓർത്തോഗണാലിറ്റി ഓഫ് വേവ് ഫംഗ്ഷൻ, ഇത് അടുത്ത കണ്ടീഷനാണ്. നിങ്ങൾ 2 വേവ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. psi s ആൻഡ് psi r. ജസ്റ്റ് 2 വേവ് ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്യാം. ഈ 2 വേവ് ഫംഗ്ഷൻസും ഓർത്തോഗണൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇന്റഗ്രൽ psi s psi r d tau equal to 0 എന്ന് കിട്ടും. അതായത് 2 വേവ് ഫംഗ്ഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ ഓർത്തോഗണൽ ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ psi s psi r d tau is equal to 0 എന്ന് കിട്ടും. ആൻഡ് ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ ഓർത്തോഗണാലിറ്റി. ഓക്കെ, ദെൻ നമുക്ക് ഇനി അടുത്തൊരു ടോപ്പിക് വരുന്നത് ഓർത്തോ നോർമാലിറ്റി ഓഫ് വേവ് ഫംഗ്ഷൻ ആൻഡ് ക്രോണക്കർ ഡെൽറ്റ. ഈ ഒരു ടോപ്പിക് എന്താ നമുക്ക് നോക്കാം. ഇക്വേഷൻ 12 നിങ്ങൾ നോക്കുക. ഇന്റഗ്രൽ psi s psi r d tau that is equal to
ക്രോണിക്കർ ഈ സിമ്പിളിന്റെ പേര് ഡെൽറ്റ അല്ലെങ്കിൽ ഈ ഡെൽറ്റ ആർ എസ് എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ പറയുന്ന പേരാണ് ക്രോണിക്കർ ഡെൽറ്റ. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിന് പറയുന്ന പേരാണ് ക്രോണിക്കർ ഡെൽറ്റ. അപ്പോൾ ഇന്റഗ്രൽ psi s psi r d tau that is equal to Kronecker delta. That is, when the wave function psi s and psi r orthogonal, we get this equation. That is, we get equation 11. Equation 11 എന്താണ്? ഓർത്തോഗണൽ കണ്ടീഷൻ ആണ്, ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ ആണ്. ആൻഡ് വെൻ ആർ ഈക്വൽ ടു എസ്, നിങ്ങൾ ഒന്നുകൂടി ഈ പറഞ്ഞ ഇക്വേഷൻ 11ലേക്ക് പോവുക. ഇവിടെ എസും ആറും രണ്ട് വേവ് ഫംഗ്ഷൻ എടുത്തു. സപ്പോസ് ആർ ഈക്വൽ ടു എസ് എന്ന് വെച്ചാൽ എന്തായി? ഇത് രണ്ടും സൈ എസ് ആയില്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടി? ഇന്റഗ്രൽ സൈ എസ് സ്ക്വയർ ഡി ടോ എന്ന് വന്നില്ലേ? ആൻഡ് ഇഫ് ആർ ഈക്വൽ ടു എസ്, വി ഗെറ്റ് ദ നോർമലൈസേഷൻ കണ്ടീഷൻ ആസ് ദിസ്. ഇക്വേഷൻ 10 ഉള്ള പോലെ ഇന്റഗ്രൽ സൈ സ്ക്വയർ ഡി ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. Therefore, the Kronecker delta, it has value that is equal to 0 when r not equal to s, and the value of Kronecker delta is equal to 1 when r equal to s. And this equation 12 is called the orthonormality condition. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ക്രോണിക്കർ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ ഈ കാണുന്ന ഇക്വേഷൻ 12 നമ്മൾ കാണിക്കുന്നത്. അതിനകത്ത് ക്രോണിക്കർ ഡെൽറ്റയുടെ വാല്യൂ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂസ് ഓഫ് ദിസ് എസ് ആൻഡ് ആർ. വെൻ എസ് ഈക്വൽ ടു ആർ, then the value of Kronecker delta equal to 1, and that is what you call the normality or normalization condition. Whereas when s not equal to r, then the value of Kronecker delta equal to 0, and that's what you call the orthogonality condition. ഇനി അടുത്തത് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. അത് ഞാൻ 2 സ്റ്റാറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് ഇസ് ബേസ്ഡ് ഓൺ സം പോസ്റ്റ്ലേറ്റ്സ്. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ആ 6 പോസ്റ്റ്ലേറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പോസ്റ്റ്ലേറ്റ് നമ്പർ 1, എ സിസ്റ്റം ക്യാൻ ബി റെപ്രസെന്റ് യൂസിങ് എ ഫംഗ്ഷൻ psi, which is called the wave function and which is a function of all spatial coordinates. That is psi equal to psi x y z comma t. That is equation 13. And psi star d tau is proportional to the probability of finding the particle in a given region d tau at time t. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണം തോന്നുന്നില്ല, ഞാൻ ഓൾറെഡി 1-2 വട്ടം പറഞ്ഞു പോയതാണ്. Then postulate 2, for every system the possible wave function psi is obtained by solving the time dependent Schrodinger wave equation. ശ്രദ്ധിക്കുക, ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിനർ വേവ് ഇക്വേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിനർ വേവ് ഇക്വേഷൻ എന്താണെന്ന് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ്ലേറ്റ് 2 പറയുന്നത് എന്താണെന്ന് നോക്കിയേ. ഫോർ എവറി സിസ്റ്റം ദ പോസിബിൾ വേവ് ഫംഗ്ഷൻ psi ഈസ് ഒബ്റ്റൈൻഡ് ബൈ സോൾവിങ് ദ ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിനർ വേവ് ഇക്വേഷൻ. അതായത് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ആണ് നമ്മുടെ psiയുടെ പോസിബിൾ വാല്യൂ ഓർ അക്സെപ്റ്റബിൾ വാല്യൂ എന്ന് പറയുന്നത്. യൂസിംഗ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ വിച്ച് റെപ്രസെന്റ്സ് ദ എനർജി ഓഫ് ദ സിസ്റ്റം, വി ക്യാൻ റൈറ്റ് ദ അബോവ് ഇക്വേഷൻ ആസ് h psi ഈക്വൽ ടു h ക്രോസ് ബൈ i ഇൻറ്റു ഡോ psi ബൈ ഡോ ടി. മുകളിലത്തെ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഞാൻ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻ ഒന്ന് ചുരുക്കി എഴുതിയെന്നേ ഉള്ളൂ. കാരണം ഈ psiയുടെ ഉള്ളിലേക്ക് കാണുന്ന ഈ എൻറ്റയർ ഓപ്പറേറ്റർ നമുക്ക് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. Now, postulate 3. For a wave function to be acceptable, it should be finite, single-valued, continuous, and normalized. എന്ന് വെച്ചാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞാണ്, it should be a well-behaved function. For a wave function to be acceptable, it should be a well-behaved function. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എന്ത് എഴുതിയാൽ മതി? ആ well-behaved എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ it should be finite, single-valued, continuous, and normalized എന്ന് എഴുതിയാൽ മതി. Then, postulate 4. A physically observable quantity like energy, momentum, etc. can be expressed by Hermitian operators. ഇത് ഓപ്പറേറ്റേഴ്സ് എന്ന ടോപ്പിക്ക് പഠിച്ചപ്പോൾ നമ്മൾ ഹെർമീഷ്യൻ പ്രോപ്പർട്ടി ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് പഠിച്ചതാണ്. അപ്പോൾ പോസ്റ്റ്ലേറ്റ് 4 പറയുന്നത് എനർജി, മൊമെന്റം ഇതുപോലെയുള്ള ഏത് ഫിസിക്കലി ഒബ്സർവബിൾ ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ബട്ട് ദ ഓപ്പറേറ്റർ യൂസ്ഡ് ടു റെപ്രസെന്റ് ദാറ്റ് ക്വാണ്ടിറ്റി should be a Hermitian operator or it should obey the Hermitian property of operators. ആ ഹെർമീഷ്യൻ പ്രോപ്പർട്ടി ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് ഞാൻ ഈ പറയുന്ന ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഈസ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ, അതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
Then postulate 5. The only values that can result from the measurement of an observable A will be the eigenvalues satisfying the eigenvalue equation. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഞാൻ ഈ എക്സാമ്പിളിലേക്ക് പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിന്റെ കേസ് എടുക്കാം. എച്ച് സൈ ഈക്വൽ ടു ഇ സൈ, ആ കേസ് നമുക്ക് എടുക്കാം. അവിടെ നമുക്ക് കിട്ടിയത് എന്താ? നമുക്ക് കിട്ടിയ വാല്യൂ എച്ച് സൈ ഈക്വൽ ടു ഇ സൈ എന്നുള്ള വാല്യൂ, ആ ഏഗൻ വാല്യൂ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ കൊണ്ട് വേവ് ഫംഗ്ഷനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? എനർജി, ദാറ്റ് ഈസ് ദ ഏഗൻ വാല്യൂ എനർജി ഇൻറ്റു ദ സെയിം വേവ് ഫംഗ്ഷൻ സൈ എന്നാണ്. ദാറ്റ് മീൻസ് ആ ഒരു ഇക്വേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താ? ഒരൊറ്റ വാല്യൂ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളൂ. അതെന്താണ്? ദ എനർജി ഓഫ് ദ സിസ്റ്റം ഓർ സിംപ്ലി ദ ഏഗൻ വാല്യൂ ആണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിനെ വെച്ച് ഒരു ഏഗൻ ഫംഗ്ഷനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഏഗൻ വാല്യൂ മാത്രമേ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുള്ളൂ. അത് ഞാൻ വേറൊരു രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വേവ് ഫംഗ്ഷനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏഗൻ വാല്യൂ എന്തായിരിക്കും? എനർജി ഓഫ് ദ സിസ്റ്റം ആയിരിക്കും. ആ സ്ഥാനത്ത് ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റർ കൊണ്ട് വേവ് ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ആംഗുലർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ആയിരിക്കും. നേരെ തിരിച്ചു പറ്റില്ല. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ കൊണ്ട് നമുക്ക് ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ ഈ കാര്യം. ദ ഓൺലി വാല്യൂസ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഫ്രം ദ മെഷർമെന്റ് ഓഫ് എൻ ഒബ്സർവബിൾ എ വിൽ ബി ദ ഏഗൻ വാല്യൂ സാറ്റിസ്ഫൈങ് ദ ഏഗൻ വാല്യൂ ഇക്വേഷൻ. അതായത് നമ്മളൊരു ഒബ്സർവബിൾ എയെ നമ്മളൊരു ഓപ്പറേറ്റർ കൊണ്ട് നമ്മൾ അങ്ങ് ഓപ്പറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഓപ്പറേറ്റർ അത് എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഏഗൻ വാല്യൂ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ ഏഗൻ വാല്യൂ മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ പോസ്റ്റ്ലേറ്റ് 4 demands the operator should be Hermitian. തൊട്ട് മുകളിൽ പറഞ്ഞാണ് Hermitian operators always have real solution since only real solutions can represent an observable quantity. In equation 13, AI is a constant which has a definite value and is the eigenvalue of the Hermitian operator A cap and the eigenfunction psi. നിങ്ങൾക്ക് ഒന്നുകിൽ ഈ എക്സാമ്പിൾ വെച്ച് എഴുതാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ വെച്ച് അതേപോലെ ആംഗുലർ മൊമെന്റ് ഓപ്പറേറ്റർ വെച്ചും പറയാം, ആസ് യു വിഷ്. And postulate 6, the average value of or the expectation value A of any observable A which corresponds to an operator A cap when a large number of observables are involved is given by the equation, the symbol A, that is equal to integral psi star A psi d tau divided by integral psi star psi d tau. ഇക്വേഷൻ 14 അവിടെ നിൽക്കട്ടെ, 15ലേക്ക് നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരാം. ദി ആവറേജ് വാല്യൂ ഓർ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എ ഫോർ എനി ഒബ്സർവബിൾ എ വിച്ച് കറസ്പോണ്ട്സ് ടു ആൻ ഓപ്പറേറ്റർ എ ക്യാപ് വെൻ എ ലാർജ് നമ്പർ ഓഫ് ഒബ്സർവബിൾസ് ആർ ഇൻവോൾവ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ 14 ആണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ എന്ന് പറഞ്ഞ ഒബ്സർവബിൾ, അതൊരു പക്ഷേ എനർജി ആയിരിക്കാം, ആംഗുലർ മൊമെന്റം ആയിരിക്കാം, ലീനിയർ മൊമെന്റം ആയിരിക്കാം, എന്തും ആയിരിക്കാം. എ എന്ന് പറഞ്ഞ ഒരു ഒബ്സർവബിളിന്റെ ഒരു എക്സ്പെക്ടേഷൻ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു സെർട്ടൺ ആയിട്ടുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ ഒരു ആവറേജ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ആവറേജ് വാല്യൂ ആണ് ഇക്വേഷൻ 14 ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ദ ആവറേജ് വാല്യൂ ഇസ് ഗിവൺ ആസ് ഇന്റഗ്രൽ സൈ സ്റ്റാർ എ സൈ ഡി ടോ ഡിവൈഡ് ബൈ ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി ടോ. ഈ പറയുന്ന എക്സ്പെക്ടേഷൻ വാല്യൂ ഈസ് ദ വാല്യൂ ദാറ്റ് വി ഷുഡ് മെഷർ ഇഫ് വി പെർഫോം ആൻ എക്സ്പെരിമെന്റ്. അതായത് നമ്മളൊരു എക്സ്പെരിമെന്റ് നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആവറേജ് വാല്യൂ ആണ് നമുക്ക് അവിടെ റിസൾട്ട് ആയിട്ട് കിട്ടേണ്ടത്, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ് നമ്മൾ റിസൾട്ട് ആയിട്ട് കിട്ടേണ്ടത്. അതായത് ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ ഒരു റിസൾട്ടിന്റെ ഔട്ട്കം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഔട്ട്കം എന്തായിരിക്കും? ഈ പറയുന്ന എക്സ്പെക്ടേഷൻ വാല്യൂ ആയിരിക്കും. ഇനി ഒന്നുകൂടി ഇക്വേഷൻ 14ലേക്ക് നോക്കുക. ഇക്വേഷൻ 14 ഡിനോമിനേറ്റർ നോക്കുക. ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി ടോ ആണ്. ഈ ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി ടോ ഈസ് ഈക്വൽ ടു 1 when the wave function is normalized എന്ന് നമ്മൾ മുകളിൽ പഠിച്ചിരുന്നു, നോർമലൈസേഷൻ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ 14 ഉപയോഗിക്കുന്ന വേവ് ഫംഗ്ഷൻ അതൊരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സൈ സ്റ്റാർ എ സൈ ഡി ടോ എന്ന് കിട്ടും. കാരണം എന്താ? ഡിനോമിനേറ്റർ ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഈ 6 എണ്ണമാണ് നമ്മുടെ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്.
ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്, അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെക്കണം, പഠിച്ചു വെക്കേണ്ടതാണ്. നൗ പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ്. നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ഒരു എക്സാമ്പിൾ ആണ് പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് എക്സാമ്പിൾ ടു സ്റ്റഡി ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. So it considers motion in one dimension and it considers the concept of quantization. അപ്പോൾ ഈ 3 പോയിന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ടിക്കിളിനെ വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റത്തിനകത്ത് ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പിക്ചറാണ് ഈ പറയുന്ന പാർട്ടിക്കിളിനെ വൺ ഡയമെൻഷണൽ ബോക്സ്. ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകത, വൺ ഡയമെൻഷണൽ മോഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വൺ ഡയമെൻഷണൽ മോഷൻ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് സൗകര്യമാണ്. കാരണം 3 ഡയമെൻഷണൽ മോഷൻ കൺസിഡർ ചെയ്യായിരുന്നെങ്കിൽ നമ്മൾ എക്സും വൈയും സെഡും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നേനെ. വൺ ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, എക്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം ഒറ്റ ഡയമെൻഷനിൽ അല്ലെ മൂവ്മെന്റ് ഉള്ളൂ. ദാറ്റ് മീൻസ് കാൽക്കുലേഷൻ കുറെ കൂടെ എളുപ്പമായിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് കൺസിഡേഴ്സ് ദ കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ. ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ ഞാൻ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 3 റീജിയൻസ് ആണ്. ദിസ് ഇസ് റീജിയൻ 1, ദിസ് ഇസ് റീജിയൻ 2 ആൻഡ് ദിസ് ഇസ് റീജിയൻ 3. ഇവിടെ റീജിയൻ 1ഉം റീജിയൻ 2ഉം റീജിയൻ 3 നോക്കുമ്പോൾ കാണാം, റീജിയൻ 2 മീൻസ് ഇറ്റ് ഈസ് ഇൻസൈഡ് എ ബോക്സ്. റീജിയൻ 2 എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ബോർഡർ കാണുന്നത് ഒരു ബോക്സ് ആണ്. റീജിയൻ 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പോർഷൻ ഇൻസൈഡ് ദ ബോക്സ് ആൻഡ് റീജിയൻ 1 ഈസ് ഔട്ട്സൈഡ് ദ ബോക്സ്, റീജിയൻ 3 ഈസ് ഔട്ട്സൈഡ് ദ ബോക്സ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻസൈഡ് ദ ബോക്സ് വി, ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിൾ ഈ പറയുന്ന ബോക്സിന്റെ അകത്തിരിക്കുകയാണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി വി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ദർ ഈസ് നോ പൊട്ടൻഷ്യൽ എനർജി ഫോർ ദ പാർട്ടിക്കിൾ ഇൻസൈഡ് ദ ബോക്സ്. ആ സ്ഥാനത്ത് റീജിയൻ 1ലോ 3ലോ ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ബോക്സ് നമ്മുടെ പാർട്ടിക്കിൾ പോയെന്ന് വെച്ചോ, ഔട്ട്സൈഡ് ദ ബോക്സ് ദ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് ബോക്സിന് പുറത്ത് പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആണ്. അതായത് ബോക്സിന് പുറത്ത് നമ്മുടെ പാർട്ടിക്കിൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ സഫർ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ. ആൻഡ് ഓൾസോ ഈ ബ്ലാക്ക് ലൈൻ ആയിട്ട് നമ്മൾ കാണിക്കുന്നത് എന്താണ്, ബോർഡർ ഓഫ് ദ ബോക്സ് ആണ്. ഈ ബോക്സിന്റെ ഈ പറയുന്ന അതിർത്തിയാണ്. ഈ അതിർത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ വൈ ആക്സിസിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ ബോക്സിന്റെ 2 കോർണറിലും അല്ലെങ്കിൽ ബോക്സിന്റെ 2 എഡ്ജിലും പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നമ്മുടെ ഒരു പാർട്ടിക്കിൾ ഈ പറയുന്ന ബോക്സിന്റെ റീജിയൻ 2വിൽ ബോക്സിനകത്തിരിക്കാന്ന് വെച്ചോ, ഈ പാർട്ടിക്കിളിന് ബോക്സിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഒരിക്കലും നമ്മുടെ പാർട്ടിക്കിൾ എന്താവില്ല, റീജിയൻ 1ലും റീജിയൻ 3ലും എത്തിയാൽ അത് ഒട്ടും സ്റ്റേബിൾ ആവില്ല. അതുകൊണ്ട് എത്തില്ല ഒരു കാലത്തും. പാർട്ടിക്കിൾ എന്തേ ചെയ്യുള്ളൂ, ഈ പറയുന്ന റീജിയൻ 2വിൽ തന്നെ നിൽക്കുകയുള്ളൂ. ആൻഡ് ഓൾസോ ഈ പറയുന്ന 2 വാൾസും, ഈ ബോക്സിന്റെ 2 വാൾസും അത് ഇൻഫിനിറ്റ്ലി ഹൈ ആണ്. ഇൻഫിനിറ്റ്ലി ഹൈ മീൻസ് വളരെ ഹൈ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സിംപ്ലി ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ബോക്സ്. അടച്ച ഒരു പെട്ടിയായിട്ട് കൺസിഡർ ചെയ്യുക. പാർട്ടിക്കിളിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും പെട്ടിക്ക് പുറത്തു പോകാൻ പറ്റില്ല. പെട്ടിക്ക് പുറത്തു പോകാനും പറ്റില്ല എന്ന് മാത്രമല്ല, പാർട്ടിക്കിളിന് ഈ പറയുന്ന 2 വോൾസിലും വന്ന് ടച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, 2 വോളിലും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ദാറ്റ് മീൻസ് പാർട്ടിക്കിൾ എവിടെയേ കാണുള്ളൂ, ഇൻസൈഡ് ദ ബോക്സ് സംവെയർ ആൻഡ് നോട്ട് ഓൺ ദ ബോർഡേഴ്സ് ഓർ ഓൺ ദ വാൾസ് ഓഫ് ദ ബോക്സ്. ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് 1 ഡയമെൻഷണൽ മോഷനാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പാർട്ടിക്കിളിന് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബോക്സിനകത്ത് ഒറ്റ ഡയറക്ഷനിലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ് ആക്സിസ് ആണ്. ഈ താഴെ ഞാൻ വരച്ചിരിക്കുന്നത് എക്സ് ആക്സിസ് ആണ്. ഈ പോയിന്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ദെൻ ദിസ് ഈസ് എക്സ് ഈക്വൽ ടു എ എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദ ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഈ പാർട്ടിക്കിളിന് ചുരുക്കി പറഞ്ഞ് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, ഈ എക്സ് ഈക്വൽ ടു 0യ്ക്കും എക്സ് ഈക്വൽ ടു എയ്ക്കും ഇടയ്ക്ക് എക്സ് ആക്സിസിലൂടെ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ദ പാർട്ടിക്കിൾ ക്യാൻ ഓൺലി മൂവ് അലോങ് ദിസ് ഹൊറിസോണ്ടൽ ബ്ലാക്ക് ലൈൻ. ശ്രദ്ധിക്കുക, ബ്ലാക്ക് ലൈൻ എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ബ്ലാക്ക് ലൈനിൽ പാർട്ടിക്കിളിനെ ടച്ച് ചെയ്യാൻ പറ്റില്ല, ഇവിടെയും ടച്ച് ചെയ്യാൻ പറ്റില്ല. ഈ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഈ താഴെ കാണുന്ന ബ്ലാക്ക് ലൈനാണ് നമ്മുടെ എക്സ് ആക്സിസ്. അതിലൂടെ മാത്രമേ നമ്മുടെ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരിടത്തൂടെയും പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ബോക്സിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി നമുക്കൊന്ന് നോക്കാം. ഇവിടെ 1 ഡയമെൻഷണൽ മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ പാർട്ടിക്കിൾ എന്നുള്ള വിളി അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇലക്ട്രോൺ എന്ന് വിളിക്കാം. നിങ്ങളിപ്പോൾ ഈ പാർട്ടിക്കിൾ ഒരു ഇലക്ട്രോൺ ആണെന്ന് അങ്ങോട്ട് സങ്കല്പിക്കാം.
ഇലക്ട്രോണിന്റെ മാസ് എം എന്നും സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യും? എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എടുക്കണം, അതിലേക്ക് നമ്മുടെ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണം. ഇലക്ട്രോൺ ഓർ പാർട്ടിക്കിൾ വാട്ട് എവർ, നിങ്ങൾ ഇലക്ട്രോണിന് കൺസിഡർ ചെയ്യാം, പാർട്ടിക്കിൾ ആണെങ്കിൽ പാർട്ടിക്കിൾ എന്ന് പറയാം, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പാർട്ടിക്കിളിന്റെ മാസ് എം ആയിരിക്കെ, ഇവിടെ പാർട്ടിക്കിളിന്റെ മാസ് നമ്മൾ എം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് എം. അപ്പോൾ എം മാസ് ഉള്ള പാർട്ടിക്കിൾ ഈ പറയുന്ന റീജിയൻ 2 മൂവ് ചെയ്യുന്ന സമയത്തും അതേപോലെ റീജിയൻ 1 റീജിയൻ 3 പോകുന്ന സമയത്തും നമുക്ക് ഈ പറയുന്ന പാർട്ടിക്കിളിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനിൽ ആ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതാ, ഈ ഇക്വേഷൻ 1 നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ഇവിടെ ശ്രദ്ധിക്കുക, d²ψ/dx² പ്ലസ് 8π²m/h² ഇൻറ്റു e - v × ψ = 0. നമ്മൾ നേരത്തെ പഠിച്ച ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആയിട്ട് രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് നോക്കിക്കേ, ഡോയ്ക്ക് പകരം ഡി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ, വൈയും സെഡും ഇല്ല. വൈയും സെഡും ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാമല്ലോ, 1 ഡയമെൻഷൻ ആണ്, വൈയും സെഡിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ദെൻ ഡോയ്ക്ക് പകരം ഡി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് നമുക്കറിയായിരിക്കും. കാരണം എന്താ, ഇവിടെ നമുക്ക് ഡോ ഉപയോഗിക്കേണ്ട കാര്യമില്ല, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ വേണ്ട. ഇവിടെ ആകെ എന്തേ ഉള്ളൂ, ദ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷിയേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ഓൺലി 1 കോർഡിനേറ്റ്. ഒന്നിൽ കൂടുതൽ കോർഡിനേറ്റ് വരികയാണെങ്കിൽ മാത്രമേ ഡോയിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. സോ ഈ പറയുന്ന പാർട്ടിക്കിൾ ഇൻ എ 1 ഡയമെൻഷണൽ ബോക്സിന്റെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എങ്ങനെ എടുക്കുക എന്ന് ചോദിച്ചാൽ ഇക്വേഷൻ 1 ആണ് അതിന്റെ ആൻസർ. അതായത് നിങ്ങൾ ആ ഡീറ്റെയിൽഡ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എഴുതി പോകണമെന്നില്ല, വേണമെങ്കിൽ അത് എഴുതിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു വെക്കാം. സിൻസ് ഓൺലി 1 ആക്സിസ് ഇസ് കൺസിഡേർഡ്, വി ക്യാൻ ഒമിറ്റ് y and z കോർഡിനേറ്റ്സ് ആൻഡ് ഓൾസോ റീപ്ലേസ് ഡോ വിത്ത് ഡി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സിംപ്ലി ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ 1 ഡയമെൻഷൻ ഈസ് ഗിവൺ ആസ് എന്ന് പറഞ്ഞ് ഇത് എഴുതിയാലും മതി. ഇനി ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. സൈ ഈ പാർട്ടിക്കിളുടെ വേവ് ഫംഗ്ഷൻ ആണ്, അതെന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. തൽക്കാലത്തേക്ക് അതിപ്പോൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് റീജിയൻ 1, 2, 3 3 റീജിയൻ ഉണ്ടല്ലോ, ഈ 3 റീജിയനിലെയും നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം. ഇവിടെ റീജിയൻ 1 and 3 എടുക്കുക. അതായത് ഏതൊക്കെയാ, ഇത് റീജിയൻ 1, ഇത് റീജിയൻ 3. ഇത് രണ്ടും എങ്ങനെയാ വരുന്നത്, ബോക്സിന്റെ പുറത്ത് വരുന്ന റീജിയൻസ് ആണ്. ബോക്സിന്റെ പുറത്ത് വരുന്ന റീജിയൻസ് ആയതുകൊണ്ട് അവരുടെ പ്രത്യേകത എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി V = ഇൻഫിനിറ്റി ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ വിയുടെ സ്ഥാനത്ത് ഇൻഫിനിറ്റി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഒരു ഇക്വേഷന്റെ പ്രത്യേകത, ഈ ഒരു ഇക്വേഷൻ 0 ആവണമെങ്കിൽ അതിന് കാരണം നമ്മുടെ RHS എന്താ വരുന്നത്, 0 ആണ് വരുന്നത്. ഈ ഒരു ഇക്വേഷൻ 0 ആവണമെങ്കിൽ അതിനകത്ത് ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, സൈയുടെ വാല്യൂ 0 ആവണം, അതേപോലെ ψ² 0 ആവണം. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ψ² = 0 and it means that there is no probability of finding the particle outside the box. ഒന്നുകൂടി ആ പോയിന്റ് ഒന്ന് നോക്കുക. ഇക്വേഷൻ 2 ഒന്ന് നോക്കിക്കേ, e - infinity into psi = 0. ദാറ്റ് മീൻസ് ഇവിടെ ഒരു -ഇൻഫിനിറ്റി ഈ ഒരു ടേമിനെ ഈ 8π നമ്മുടെ e - ഇൻഫിനിറ്റി എന്ന ടേം നമുക്ക് എന്തായിട്ട് എടുക്കാം, അത് നമുക്ക് ഇൻഫിനിറ്റിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇയിൽ നിന്ന് നമ്മൾ ഇൻഫിനിറ്റി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഇൻഫിനിറ്റ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ 8π² m/h² മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള വേറൊരു വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇക്വേഷൻ 2 ഇപ്പൊ എങ്ങനെ കിട്ടും, d²ψ/dx² പ്ലസ് ഇൻഫിനിറ്റി ψ = 0 എന്ന് കിട്ടും. ഈ ഇൻഫിനിറ്റി 0 ആവാൻ വേണ്ടി എന്തേ പോസിബിലിറ്റി ഉള്ളൂ, ഇൻഫിനിറ്റിയെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം 0 മൾട്ടിപ്ലൈഡ് ബൈ എനി നമ്പർ = 0 ആണെന്നുള്ള ലോജിക് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇൻഫിനിറ്റി ψ = 0 എന്ന് കിട്ടണമെങ്കിൽ ψ എന്തായിരിക്കണം, ψ 0 ആയിരിക്കണം. അപ്പോൾ ഇൻഫിനിറ്റി ഇൻറ്റു ψ അത് 0 എന്ന് കിട്ടി. പിന്നെ d² 0/dx² ഞാൻ പറയേണ്ട കാര്യമില്ല, ദാറ്റ് ഈസ് = 0 എന്ന് കിട്ടും. അതായത് ഇക്വേഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന പോലെ ψ എന്തായിരിക്കണം, ψ 0 ആയിരിക്കണം. ψയുടെ വാല്യൂ 0 ആണെങ്കിൽ മാത്രമേ ഇക്വേഷൻ 2 സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ψയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ψ² എന്താവും, ഉറപ്പായിട്ടും 0 ആവുമല്ലോ. അപ്പൊ ഇന്റഗ്രൽ ψ² d τ എന്ത് വരും, അതും 0 വരും. ആൻഡ് ഇന്റഗ്രൽ ψ² d τ എന്താ, it is the probability of finding the particle in the given region. അതായത് if ψ² d τ = 0, it indicates that there is no probability of finding the particle in the given region.
അതായത് റീജിയൻ 1ലും റീജിയൻ 3ലും psi സ്ക്വയർ ഈക്വൽ ടു 0 എന്നായതുകൊണ്ട് അത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താ? ദ പാർട്ടിക്കിൾ ഈസ് നോട്ട് പ്രസന്റ് ഇൻ ദാറ്റ് റീജിയൻ, റീജിയൻ 1 ആൻഡ് റീജിയൻ 3. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ആദ്യം ജസ്റ്റ് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള പറഞ്ഞത്. ഇതിപ്പോൾ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ആണ്. നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് പറഞ്ഞത് തന്നെയാണ്. ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ഉള്ള റീജിയൻ 1ലും 3ലും പാർട്ടിക്കിൾ എത്തില്ല. അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫാണ് നമുക്ക് എന്ത് കിട്ടിയത്? റീജിയൻ 1ലും റീജിയൻ 3ലും ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് റീജിയൻ 2ലേക്ക് പോവാം. ഇൻസൈഡ് ദ ബോക്സ്, ദാറ്റ് ഈസ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ. അതായത് ഞാനിവിടെ കൊടുത്ത കാര്യം, ഇവിടെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ എന്നാണ് ഞാൻ ഇൻസൈഡ് ദ ബോക്സിന്റെ ഡയമെൻഷൻസിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു എ ആണ് നമ്മുടെ ഈ പറയുന്ന ബോക്സിന്റെ ലെങ്ത്. ഇവിടെ 0 ലെസ് ദാൻ എക്സും അതേപോലെ തന്നെ എക്സ് ലെസ് ദാൻ എ എന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്. വേർ എക്സ് ഈസ് ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. സാധാരണഗതിയിൽ ഞാൻ ബോക്സിന്റെ ലെങ്ത് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പാർട്ടിക്കിളിന്റെ ലെങ്ത് പറയുകയാണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നാണ് നമ്മൾ പറയാറ്. അതായത് ഈ പറയുന്ന പാർട്ടിക്കിളിന് എന്ത് ചെയ്യാം? എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു പോയിന്റിൽ വന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ആ സ്ഥാനത്ത് നമ്മുടെ പാർട്ടിക്കിൾ ഇരിക്കുന്നത് ഏതാണ്ട് ഈ ഒരു ഭാഗത്താന്ന് വെച്ചോ, അപ്പോൾ നമ്മുടെ എക്സ് എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി എക്സ് ഈക്വൽ ടു 2 3 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇനി പാർട്ടിക്കിൾ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 4 5 നമുക്ക് പറയാം. ഇനി പാർട്ടിക്കിൾ ഈ വോളിന്റെ മുകളിൽ കയറിയിരിക്കുകയാണെങ്കിലോ എക്സ് ഈക്വൽ ടു എ എന്ന് നമുക്ക് പറയാം. കാരണം എന്താ? ഈ ഡിസ്റ്റൻസ് എക്സ് ഈക്വൽ ടു എ ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നോ അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നോ നമ്മൾ പറയുന്നില്ല. കാരണം എന്താ? ഈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ മേ ബി പ്രസന്റ് ഇൻ എ റീജിയൻ ലെസ് ദാൻ എ ഓർ ഈക്വൽ ടു എ എന്നുള്ള മീനിങ് വരും. ഈക്വൽ ടു എ എന്ന് വെച്ചാൽ എന്താ? പാർട്ടിക്കിൾ ഈസ് പ്രസന്റ് ഓൺ ദിസ് വോൾ എന്ന് പറയേണ്ടി വരും. അത് ശരിയാവൂലല്ലോ. ദ പൊട്ടൻഷ്യൽ ഓഫ് ദിസ് വോൾ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇപ്പൊ പാർട്ടിക്കിൾ എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ആ പോയിന്റ് പാർട്ടിക്കിളിന് വരാൻ പറ്റില്ല. സിമിലർലി എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഈ പോയിന്റിലും പാർട്ടിക്കിളിന് വരാൻ പറ്റില്ല. ദെയർഫോർ നമ്മൾ പാർട്ടിക്കിൾ കാണാനുള്ള സ്ഥലത്തെ പറ്റി നമ്മൾ എന്ത് പറയും? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ ഇൻസൈഡ് ദ ബോക്സ് വി ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് വിയെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇവിടെ വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ സൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. കാരണം വി ഈക്വൽ ടു 0 അല്ലേ. അപ്പൊ എന്ത് കിട്ടും? ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഫോർ റീജിയൻ 2. റീജിയൻ 2ന്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇതാണ്. Now from 2 and 3 it is clear that the particle will be found only in region 2. അപ്പോൾ അതേപ്പറ്റി യാതൊരു സംശയവും വേണ്ടല്ലോ. റീജിയൻ 2ൽ മാത്രമേ പാർട്ടിക്കിൾ ഉള്ളൂ, റീജിയൻ 1ലും 3ലും പാർട്ടിക്കിൾ ഇല്ല. അപ്പൊ ഇനിയിപ്പം നമുക്ക് ഈ ഇക്വേഷൻ 3 സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മുടെ പാർട്ടിക്കിളിന്റെ എനർജിയും അതുപോലുള്ള മറ്റ് പ്രോപ്പർട്ടീസും നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 3 അങ്ങോട്ട് സോൾവ് ചെയ്യാം. ഇക്വേഷൻ 3 സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത്, നമുക്കിവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ 3. ഇവിടെ 8ന്റെയും പൈയുടെയും എമ്മിന്റെ ഒക്കെ വാല്യൂ നമുക്കറിയാം. 8 കോൺസ്റ്റന്റ് ആണ്, പൈയുടെ എമ്മിന്റെ വാല്യൂ നമുക്കറിയാം, എച്ചിന്റെ വാല്യൂ നമുക്കറിയാം. ഇത് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. RHS 0 ആണ്. ഇയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പൊ ആരുടെ വാല്യൂ നമുക്ക് വേണ്ടത്? സൈയുടെ വാല്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇക്വേഷൻ 3ക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇക്വേഷൻ 3ക്ക് ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ 3യിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേവ് ഫംഗ്ഷൻ ആയിട്ടുള്ള സൈക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട്. ആൻഡ് ദാറ്റ് സൊല്യൂഷൻ ഇസ് എ വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ. അതാണ് ഈ കാണുന്നത്. സൈ ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് എന്ന് വെച്ചാൽ ഈ സൈ ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ, ഇത് സൈയുടെ ഒരു വെൽ ബിഹേവ്ഡ് ഫംഗ്ഷനാണ്. എന്ന് വെച്ചാൽ ഇക്വേഷൻ 3യിൽ നമുക്ക് എന്ത് ചെയ്യാം? സൈയുടെ ഈ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എയും ബിയും ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. കെ എന്ന് വെച്ചാൽ കെയുടെ വാല്യൂ ഈ കാണുന്നതാണ്, 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ഓർ ഇറ്റ് ഈസ് സിംപ്ലി റൂട്ട് ഓഫ് 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ എന്ന് നമുക്ക് പറയാം. ഞാനിവിടെ ശരിക്കും നമുക്ക് സൈ ഈക്വൽ ടു എ സൈൻ 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ പോകേണ്ടത്. പക്ഷെ നമ്മൾ എല്ലായിടത്തും ഈ പറയുന്ന ഈ വലിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനിത് കെ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്.
സോ സൈ ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ്. നമ്മൾ ലാസ്റ്റ് നമ്മുടെ സൊല്യൂഷനിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ കെയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഫോർ സിംപ്ലിസിറ്റി ഞാൻ ഇവിടെ കെ ഈക്വൽ ടു ഈ വാല്യൂ ഈക്വൽ ടു കെ എന്ന് പറഞ്ഞ് എഴുതുകയാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, സൈ ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ്. ഇതാണ് നമ്മുടെ വേവ് ഫംഗ്ഷന്റെ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം, സിൻസ് ദ പാർട്ടിക്കിൾ ഈസ് കൺഫൈൻഡ് ടു ദ വോൾ, the acceptable wave function must satisfy the boundary condition, that is x equal to 0 and x equal to a. ഇങ്ങനെ പറയാനുള്ളൊരു കാരണം, നിങ്ങൾ ഈ ഇക്വേഷൻ നമ്പർ 4 ഒന്ന് നോക്കുക. അവിടെ എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് കോൺസ്റ്റൻസ് കിടപ്പുണ്ട്. ഈ കോൺസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സൈയുടെ വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കോൺസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് സൈയുടെ വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്യാനും അതുവഴി മാത്രമേ നമുക്കിത് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ. ഈ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നേരെ എടുത്ത് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നോക്കും. അതായത് പാർട്ടിക്കിൾ ഈ പറയുന്ന ബോക്സിൻ്റെ അകത്തിരിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഇന്ത്യക്കാരനാണ്. ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അയാൾ ഇന്ത്യയുടെ ബൗണ്ടറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്ന് വെച്ചാൽ കന്യാകുമാരി വരെ പോകാം. കന്യാകുമാരിയിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് പോകണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ചുമ്മാ ഒരു വള്ളത്തിൽ കയറിയാൽ ഒരു ബോട്ടിൽ കയറി പോകാൻ പറ്റില്ല. അതേപോലെ നമ്മൾ ഇന്ത്യയുടെ ബൗണ്ടറി ക്രോസ് ചെയ്ത് പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾ ഒരു ബോക്സിനകത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ഒബൈ ദ ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻസ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു എ ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു എ എന്നും പറഞ്ഞ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ ഈ വേവ് ഫംഗ്ഷൻ സൈയുടെ ഇക്വേഷൻ 4ലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്. എക്സ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടത്തെ സൈഡിൽ കാണുന്ന വോളാണ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇടത്തെ സൈഡിൽ കാണുന്ന വോളാണ്. എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്താ, ഈ വലത്തെ സൈഡിൽ കാണുന്ന വോളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അത് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലുള്ള ഒരു വോളാണ്. ദെയർഫോർ അവിടെ നമ്മുടെ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ഞാൻ പറഞ്ഞിരുന്നു, പാർട്ടിക്കിൾ വിൽ നോട്ട് ബി പ്രസന്റ് ഇൻ ദ വോൾ. Therefore, at x equal to 0, the probability of finding the particle psi equal to 0. And at x equal to a, the probability of finding the particle psi equal to again 0. രണ്ട് വോളിലും ഈ പാർട്ടിക്കിളിനെ കണ്ടെത്താനുള്ള പ്രോബബിലിറ്റി 0 ആണ്. അപ്പോൾ നമ്മൾ ഇനി ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകത ഒന്ന് നോക്കുക. രണ്ട് ബൗണ്ടറി കണ്ടീഷനും എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു എയും നമ്മൾ കൊടുക്കുമ്പം ഈ സൈയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എന്താ, ബൗണ്ടറിയിൽ പാർട്ടിക്കിൾ ഇല്ല. അപ്പോൾ നമുക്കന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈയിങ് ദ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0. ഇക്വേഷൻ 4 എങ്ങനെ വരും എന്ന് നോക്കിയേ. എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ സൈ ഈക്വൽ ടു 0 വരും. 0 ഈസ് ഈക്വൽ ടു എ സൈൻ 0 എന്ന് വരും. കാരണം എന്താ, എക്സ് ഈക്വൽ ടു 0 വരുമ്പം കെ എക്സ് എന്ത് വരും, 0 എന്ന് വരും. 0 ഇൻറ്റു എനി നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സൈ ഈക്വൽ ടു എ സൈൻ 0 പ്ലസ് ബി കോസ് 0 എന്ന് വരും. ഇനി ഒരു കാര്യം കൂടെ ആലോചിക്കാം. സൈൻ 0 എന്താ, 0 ആണ്. കോസ് 0 എന്താ, 1 ആണ്. ദെയർഫോർ നമുക്ക് എന്ത് കിട്ടും, സൈ ഈക്വൽ ടു 0 പ്ലസ് ബി, ഓർ സിംപ്ലി വെൻ സൈ ഈക്വൽ ടു 0, 0 ഈക്വൽ ടു 0 പ്ലസ് ബി എന്ന് കിട്ടും, ഓർ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബി ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ബി ഈക്വൽ ടു 0 എന്ന് കിട്ടി. ആൻഡ് സിൻസ് ബി ഈക്വൽ ടു 0, ഇക്വേഷൻ 4 നമുക്ക് എങ്ങനെ എഴുതാം, സൈ ഈക്വൽ ടു എ സൈൻ കെ എക്സ് എന്ന് എഴുതിക്കൂടെ. കാരണം എന്താ, ബി ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈ ഈക്വൽ ടു എ സൈൻ കെ എക്സ് എന്ന് നമുക്ക് എഴുതാം. ഇനി ഇവിടെ ഒന്നുകൂടി നോക്കുക. സിൻസ് ഐ ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ്, നമുക്ക് ഇനി ഈ ഇക്വേഷനിൽ അടുത്ത ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു എങ്ങനെയാണ് സൈ ഈക്വൽ ടു എ സൈൻ കെ എക്സ് ആയിട്ട് ചുരുങ്ങിപ്പോയെന്ന്. നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ ഇതായിരുന്നു ബൗണ്ടറി കണ്ടീഷൻ. 0 ഈക്വൽ ടു എ സൈൻ 0 പ്ലസ് ബി കോസ് 0. എ സൈൻ 0 0 ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും, 0 ഈക്വൽ ടു ബി കോസ് 0 ഓർ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും.
ബി 0 ആണെങ്കിൽ ഇക്വേഷൻ 4ൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, സൈ ഈക്വൽ ടു എ സൈൻ കെ എക്സ് എന്ന് മാത്രം കൊടുത്താൽ മതി. ബി ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ടേം അങ്ങ് പൊക്കോളുമല്ലോ. നൗ അപ്ലൈയിങ് ദ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അറ്റ് എക്സ് ഈക്വൽ ടു എ. എക്സ് ഈക്വൽ ടു എയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, പിന്നെയും നമുക്ക് ഈ പറയുന്ന സൈ ഈക്വൽ ടു 0 ആണ്. ദെൻ 0 ഈക്വൽ ടു എ സൈൻ കെ എ എന്ന് വരും. എ സൈൻ കെ എ ആണ്, കെ ഇൻറ്റു 0 അല്ല. കാരണം എന്താ, എക്സ് ഈക്വൽ ടു എ ആണ്, മറ്റേ അറ്റമാണ്. ദെയർഫോർ 0 ഈക്വൽ ടു എ സൈൻ കെ എ. ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ആദ്യത്തെ പോസിബിലിറ്റി ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ എന്ത് മതി, നമ്മുടെ ഈ ക്യാപിറ്റൽ എ ഇല്ലേ, അതങ്ങോട്ട് 0 ആണെങ്കിലും ഈ ഇക്വേഷൻ അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആകുമല്ലോ. കാരണം എന്താ, ഇവിടെ എ 0 ആയിക്കഴിഞ്ഞാൽ എ സൈൻ കെ എ എന്തായിരിക്കും, 0 ആയിരിക്കും. പക്ഷെ അതൊരു അക്സെപ്റ്റബിൾ സൊല്യൂഷൻ അല്ല. കാരണം ഓൾറെഡി ബി 0 ആണ്. അതിൻ്റെ പുറമെ ഓൾറെഡി ബി 0 ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറമെ എയും കൂടി 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദർ ഈസ് നോ പ്രോബിലിറ്റി ഓഫ് ഫൈറ്റിംഗ് ദ പാർട്ടിക്കിൾ നമുക്ക് പിന്നീട് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് പറ്റില്ല, ആദ്യത്തെ പോസിബിലിറ്റി എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോസിബിലിറ്റി നടക്കില്ല. സിൻസ് we have set b equal to 0 already, and if both a and b are set to 0, the equation 4 will be meaningless. പിന്നെയുള്ള അടുത്ത പോസിബിലിറ്റി എന്താ നോക്കിയേ. അടുത്തൊരു പോസിബിലിറ്റി നമുക്കുള്ളത് സൈൻ കെ എ ഈക്വൽ ടു 0 എന്ന് പറയാന്നുള്ളതാണ്. അന്നേരം നമ്മുടെ ഈ പറയുന്ന ഇക്വേഷൻ വാലിഡ് ആയിരിക്കും. സൈൻ കെ എ ഈക്വൽ ടു 0 വന്നാൽ എന്തായി, 0 ഈക്വൽ ടു എ ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കുള്ള ഒരൊറ്റ പോസിബിലിറ്റി ബാക്കിയുള്ളതാണ് സൈൻ കെ എ ഷുഡ് ബി 0. ഇനി സൈൻ കെ എ 0 ആവണമെങ്കിൽ കെ എയുടെ വാല്യൂ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എൻ പൈ. നമുക്കറിയാമായിരിക്കുമല്ലോ എൻ പൈയുടെ കേസിൽ വേറെ എൻ ഈസ് എൻ ഇൻറ്റിജർ, എൻ ഒരു ഇൻറ്റിജർ ആണ്. എൻ പൈ നമ്മൾ എടുക്കുകയാണെങ്കിൽ വെൻ എൻ ഈക്വൽ ടു 0 നമുക്ക് എന്ത് കിട്ടും, 0 ഇൻറ്റു പൈ ദാറ്റ് ഈക്വൽ ടു 0, സൈൻ 0 ഈക്വൽ ടു 0 നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്കൊരു സൊല്യൂഷൻ. കെ എ ഈസ് ഈക്വൽ ടു എൻ പൈ ഓർ കെ ഈസ് ഈക്വൽ ടു എൻ പൈ ബൈ എ വേർ എൻ ഈസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര. അപ്പോൾ ഇതാണ് നമുക്കിനി ബാക്കിയുള്ള ഒരേ ഒരു സൊല്യൂഷൻ. ക്യാപിറ്റൽ എ 0 ആക്കാൻ പറ്റില്ല, പിന്നെ എന്തേ പറ്റുള്ളൂ, സൈൻ കെ എ 0 ആക്കണം. സൈൻ കെ എ 0 ആക്കണമെങ്കിൽ കെ എ ഷുഡ് ബി ഈക്വൽ ടു എൻ പൈ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, സൈൻ കെ എ നമുക്ക് 0 ആവുള്ളൂ. ഇഫ് കെ എ ഈസ് ഈക്വൽ ടു എൻ പൈ, അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും, എൻ പൈ ബൈ എ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ എൻ പൈ ബൈ എ എന്ന് ഇക്വേഷൻ 10 കിട്ടി. നമ്മളെ മുകളിൽ ഒരു ഇക്വേഷൻ 5 കെയുടെ വേറൊരു വാല്യൂ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കെയുടെ ഒരു വാല്യൂ ആണ്. ഇക്വേഷൻ 10 എന്ത് കിട്ടി, കെയുടെ വേറൊരു വാല്യൂ കൂടെ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടെ നമുക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ. ഇക്വേഷൻ 5 ഇതിൻ്റെ എൽ എച്ച് എസ് കെ ആണ്, ഇക്വേഷൻ 10ൻ്റെ എൽ എച്ച് എസും കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ കാണുന്ന 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ പൈ ബൈ എ എന്ന് കിട്ടും. അല്ലെങ്കിൽ ആ എ നമ്മൾ ലെഫ്റ്റിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു എ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ പൈ എന്ന് കിട്ടും. ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഇയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഈ നമ്മുടെ എനർജി ടേം ഇരിക്കുന്നത് ഒരു സ്ക്വയർ റൂട്ടിനകത്താണ്. അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ രണ്ട് സൈഡിലെയും സ്ക്വയർ അങ്ങ് എടുക്കും. ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേമിൻ്റെ സ്ക്വയർ എടുത്ത് എന്ത് സംഭവിക്കും, അത് ബ്രാക്കറ്റിനകത്ത് സ്ക്വയറുള്ള ടേം ആണെങ്കിൽ ഈ 1/2 റേസ് ടു 1/2 അല്ലെങ്കിൽ ആ സ്ക്വയർ റൂട്ട് അങ്ങോട്ട് പോകും. പക്ഷേ അതിൻ്റെ വരുന്ന കോൺസിക്വൻസ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ എന്ന് വരും. നമ്മൾ ഈ രണ്ട് സൈഡിൽ നമ്മൾ സ്ക്വയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ ടേമിൻ്റെ ഈ സ്ക്വയർ റൂട്ട് റേസ് ടു 1/2 അങ്ങ് പോകുന്നേ ഉള്ളൂ. ആ ടേം അതേപോലെ അവിടെ നിൽക്കും. പക്ഷേ കൂടെ എന്തൊക്കെ സംഭവിക്കും, ഇത് എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 8 പൈ സ്ക്വയർ എം ഇ ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് നമുക്ക് പറയാം. സോ വി ഗെറ്റ് 8 പൈ സ്ക്വയർ എം ഇ ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ പൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഓർ ഇ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 8 എം എ സ്ക്വയർ. അതെങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കുക. ആദ്യം ഈ രണ്ട് സൈഡിലും പൈ സ്ക്വയർ ഉണ്ട്, അത് രണ്ടും വെട്ടിപ്പോവും. എച്ച് സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എച്ച് സ്ക്വയർ മുകളിലേക്ക് വരും. അതേപോലെ ഈ പറയുന്ന 8 എം എന്ത് ചെയ്യും, താഴേക്കും വരും. ഓർ ഇ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 8 എം എ സ്ക്വയർ. ആൻഡ് ദ വേവ് ഫംഗ്ഷൻ സൈ ഈസ് ഗിവൺ ആസ് സൈ എൻ ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് ആയിരുന്നു. കെയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. കെ ഈസ് ഈക്വൽ ടു എൻ പൈ ബൈ എ. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈ എൻ ഈസ് ഈക്വൽ ടു എ സൈൻ എൻ പൈ ബൈ എ ഇൻറ്റു എക്സ്.
Equation 12 corresponds to the energy of the particle and equation 13 gives the wave function of the particle in a one-dimensional box. 12ഉം 13ഉം ഇക്വേഷൻസ് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇക്വേഷൻ 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ആണ്, 13 എന്ന് വെച്ചാൽ വേവ് ഫംഗ്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം കൂടി ബാക്കിയുണ്ട്. ഇക്വേഷൻ 13ൽ ഒരു ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ ആളോട് കിടപ്പുണ്ട്, ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂം കൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ നോർമലൈസേഷൻ കണ്ടീഷൻ. ഇന്റഗ്രൽ 0 to a. ഇവിടെ 0 to a എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ബോക്സിന്റെ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മുടെ പാർട്ടിക്കിൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന റീജിയൻ x=0 to x=a ആണ്. അപ്പോൾ ബോക്സിന്റെ ലെങ്ത് നമ്മൾ 0 to a എന്ന് പറഞ്ഞ റീജിയൻ എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രം ദ ടേബിൾ ഓഫ് ഇന്റഗ്രൽസ് നമുക്ക് കിട്ടും എയുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/a the whole raised to 1/2 എന്ന് കിട്ടും. ഓർ ക്യാപിറ്റൽ A is equal to 2/a the whole raised to 1/2. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ത് വരും? Psi n is equal to root 2/a into sin n pi by a into x എന്ന് നമുക്ക് വരും. കാരണം എന്താ? 2/a the whole raised to 1/2 എന്ന് വെച്ചാൽ എന്താ? It is simply root 2/a. That is psi n is equal to root 2/a into sin n pi by a into x എന്ന് വരും നമുക്ക് വാല്യൂ, നമ്മുടെ വേവ് ഫംഗ്ഷന്റെ ശരിക്കുള്ള വാല്യൂ. ഇനി ഒരു കാര്യം, നമ്മുടെ ഇക്വേഷൻ നമ്പർ 12ലുള്ള എനർജിക്ക് ഏതൊരു വാല്യൂ വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇക്വേഷൻ നമ്പർ 12ലുള്ള എനർജിയുടെ വാല്യൂ ഇതാണ്, n²h²/8ma² ആണ്. ഇതാണ് നമ്മുടെ എനർജിയുടെ വാല്യൂ. ഈ n²h²/8ma² എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ h എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. 8ഉം m-ഉം 8 നമ്പറാണ്, m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. a എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ബോക്സ് ആണ്, അതും കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വേരി ചെയ്യുന്ന ആരേ ഉള്ളൂ? ഈ പറയുന്ന n മാത്രമേ വേരി ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഈ n-ന് നമുക്ക് 1, 2, 3, 4, 5 എന്ന് പറയുന്ന ഇന്റിജർ വാല്യൂവേ പോസിബിൾ ഉള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എനർജിക്ക് എന്തേ പറ്റുള്ളൂ? ചില ഡിസ്ക്രീറ്റ് വാല്യൂസേ പറ്റുള്ളൂ. n=1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എനർജി ഉണ്ടാവും, ദാറ്റ് ഈസ് ഈക്വൽ ടു h²/8ma² ആയിരിക്കും. n=2 എടുക്കുകയാണെങ്കിൽ n² എന്ത് വരും? 4 വരും. therefore എനർജി വാല്യൂ എന്ത് വരും? 4h²/8ma² എന്ന് വരും. എനർജിയുടെ എന്നിന്റെ വാല്യൂ 3 എടുക്കുകയാണെങ്കിൽ E=3² 9 ആണ്, 9h²/8ma² എന്ന് വരും. അപ്പോൾ ഈ പറയുന്ന h²/8ma², 4h²/8ma², 9h²/8ma² അങ്ങനെയുള്ള ചില ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ നമ്മുടെ എനർജിക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. ഓർ എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. അതാണ് നമ്മൾ ഈ എനർജി ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞ് ഈ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി the allowed energy values are called eigenvalues and the corresponding wave function is called the eigenfunction. അതായത് നമ്മുടെ ഇക്വേഷൻ 12ൽ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജിയുടെ വാല്യൂസിന് eigen values എന്ന് പറയാം. അതേപോലെ ഇക്വേഷൻ 13ൽ കൊടുത്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ, ശരിക്കും ഈ ഫംഗ്ഷന്റെ തന്നെ എയുടെ വാല്യൂ root 2/a എന്നുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുന്ന വാല്യൂ, അല്ലെങ്കിൽ ഈ പറയുന്ന 2/a the whole raised to 1/2 കൂടി എയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് eigen ഫംഗ്ഷൻ. അപ്പോൾ ഓർത്ത് വെക്കുക, eigen ഫംഗ്ഷൻ എന്തായിരിക്കും ഇവിടെ? psi n or psi equal to root 2/a into sin n pi by a into x ആയിരിക്കും നമ്മുടെ eigen ഫംഗ്ഷൻ. Therefore, the energy varies only with n for a given particle in a given box. ഞാൻ നേരത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. The term n നമ്മുടെ ഇക്വേഷനിൽ കാണുന്ന ഇക്വേഷൻ 12ൽ കാണുന്ന the term n, it is known as the quantum number. It is known as the quantum number. n can have positive integral values of 1, 2, 3, etc. It cannot be 0 since when n equal to 0, equation 13 becomes psi equal to 0. n 0 ആയി കഴിഞ്ഞാൽ psi n നമുക്ക് psiയുടെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? n = 0 എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് അക്സെപ്റ്റബിളേ അല്ല. And also since n not equal to 0, the energy of the particle E not equal to 0. കാരണം എന്താ? E is equal to n²h²/8ma² അല്ലേ? n 0 ആയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? E 0 ആവുള്ളൂ. n 0 ആവാത്തിടത്തോളം കാലം E ഒരിക്കലും 0 ആവില്ല. Therefore, since n not equal to 0, we have E not equal to 0. And the energy of a particle cannot be 0 under any conditions. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. Energy of the particle cannot be 0 under any conditions. The lowest energy possessed by any particle is termed as the 0-point energy. നിങ്ങൾ ഈ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി പഠിച്ചപ്പോൾ അവിടെ നിങ്ങൾ പഠിച്ചു കാണും 0-point energy എന്ന് പറഞ്ഞാൽ.
അതായത് ഈവൻ അറ്റ് ആബ്സല്യൂട്ട് സീറോ എ മോളിക്യൂൾ പൊസസ് എ മിനിമം എമൗണ്ട് ഓഫ് എനർജി വിച്ച് ഈസ് നോൺ ആസ് ദ 0 പോയിന്റ് എനർജി. അപ്പോൾ അതേപോലെ തന്നെ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ കനോട്ട് ബി സീറോ അണ്ടർ എനി കണ്ടീഷൻസ് എന്നുള്ളതിന്റെ ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ച ഇക്വേഷൻ 12. In the case of particle in a one-dimensional box, the energy is equal to h square by 8ml square when n equal to 1. അതായത് മിനിമം എനർജി വരുന്ന n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ കണ്ടീഷനിലും ഒരു വൺ ഡയമെൻഷണൽ ബോക്സ് ഓഫ് ലെങ്ത് എയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ എനർജി 0 പോയിന്റ് എനർജി എന്തായിരിക്കും? h square by 8ml square ആയിരിക്കും. The state with the lowest energy is called the ground state of a system and the higher energy states are called excited states. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചാൽ മതി.